കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പൊ സ്ത്രീകൾ എങ്ങനെയാണ് ശാക്തീകരിക്കപ്പെടുന്നത്? അവർക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പുരോഗതി ഉണ്ടാകുമ്പോൾ ആണ് അവർ ശാക്തീകരിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സെൻട്രൽ ഗവൺമെന്റിന്റെ ഫ്രീ ആയിട്ട് വീടുകൾ കൊടുക്കുന്ന സ്കീം എടുത്താൽ അതിന് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാ പറയുന്നത്. എപ്പോഴും വീട്ടിലെ സ്ത്രീയുടെ പേരിലായിരിക്കും ഒരു സ്കീമിൽ വീട് അലോട്ട് ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ കേരളത്തിലെ റേഷൻ കാർഡുകൾ എടുത്തു നോക്കിയാൽ റേഷൻ കാർഡുകൾ കൊടുക്കുന്നത് എപ്പോഴും സ്ത്രീയുടെ പേരിലായിരിക്കും. അതുപോലെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന സ്കീം വഴി ഫ്രീ ആയിട്ട് ഗ്യാസ് കണക്ഷൻസ് കൊടുക്കാറുണ്ട്. ഈ ഗ്യാസ് കണക്ഷൻസ് എപ്പോഴും സ്ത്രീയുടെ പേരിലായിരിക്കും കൊടുക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സ്ത്രീക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ഓണർഷിപ്പ് ഉണ്ടാവുമ്പോൾ അവര് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ ശാക്തീകരിക്കപ്പെടുകയാണ്. അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും. അവർ ഒരുപക്ഷെ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് വരെ ഇതിൽ നിന്ന് ഈ ഒരു ഓണർഷിപ്പ് വഴി രക്ഷപ്പെടാം. അങ്ങനെ സ്ത്രീ ശാക്തീകരണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ പുതിയ കണക്കനുസരിച്ച് കേരളത്തില് 2023-24 ബിൽഡിങ്ങുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പുറത്തു വന്നേക്കുന്നത്. കേരളത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഓരോ 3 ബിൽഡിങ്ങുകളിലും ഒരെണ്ണം സ്ത്രീയാണ് ഓൺ ചെയ്യുന്നുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്നത് ഇപ്പൊ 4,30,000 ബിൽഡിങ്ങുകൾ പുതുതായിട്ട് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടപ്പോൾ അതിൽ 1.25 ലക്ഷം ബിൽഡിങ്ങുകൾ പുരുഷന്മാർ ഓൺ ചെയ്യുമ്പോൾ 1 ലക്ഷം ബിൽഡിങ്ങുകൾ സ്ത്രീകൾ ഓൺ ചെയ്യുന്നു. ഒപ്പം ഏതാണ്ട് 50,000 ബിൽഡിങ്ങുകൾ ജോയിന്റ് ഓണർഷിപ്പിൽ സ്ത്രീയും പുരുഷനും ചേർന്ന് ഓൺ ചെയ്യുന്നു. അത് സംഭവിക്കുന്നത് മെയിൻലി കേരളത്തിലെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലും സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈ പുതിയ വീടുകളൊക്കെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ വഴി അലോട്ട് ചെയ്യുമ്പോഴും ഇപ്പോൾ സ്ത്രീകളുടെ പേരിലാണ് കൊടുക്കുന്നത്. അതൊരു കാരണമായിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾ കേരളത്തിൽ പൊതുവെ വിദ്യാസമ്പന്നരാണ്, അവർ സാമ്പത്തികമായിട്ട് ഏൺ ചെയ്യുന്നത്. അതെല്ലാം അതിന്റെ കാരണമായിരിക്കാം. ഡിസ്ട്രിക്ട് വൈസ് ഉള്ള കണക്കെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുന്ന ഡിസ്ട്രിക്റ്റ് ആണ് കൊല്ലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പേരുള്ള സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ അവർ ട്രോൾ ചെയ്യപ്പെട്ടില്ല. പക്ഷേ കൊല്ലമാണത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഓരോ 2 ബിൽഡിങ്ങിലും ഒരെണ്ണം വെച്ച് സ്ത്രീകൾ അവിടെ ഓൺ ചെയ്യാണ്. മലപ്പുറമാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. ഓരോ 4 ബിൽഡിങ്ങുകളിലും ഒരെണ്ണം വെച്ച് അവിടെ സ്ത്രീ ഓൺ ചെയ്യുന്നു. ബാക്കി എല്ലാ ജില്ലകളിലും ഏതാണ്ട് 3 ബിൽഡിങ്ങിൽ ഒരെണ്ണം വെച്ച് സ്ത്രീ ഓൺ ചെയ്യുകയാണ്. അതുപോലെ അഗ്രികൾച്ചർ ലാൻഡിന്റെ പൊസഷൻ എടുത്താലും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകളുടെ വസ്തു ഓൺ ചെയ്യുന്ന ഇതും കേരളത്തിൽ കൂടുതലാണ്.